ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രോൺസ് സിവിലൈസേഷൻ അഥവാ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്. ഈ ബ്രോൺസ് സിവിലൈസേഷൻ്റെ പീരീഡ്, ഇന്ത്യയിലെ ബ്രോൺസ് സിവിലൈസേഷൻ്റെ പീരീഡ് 2500 BC മുതൽ സ്റ്റാർട്ട് ചെയ്ത് 1750 BC വരെ തുടർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 2500 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഇന്ത്യയിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ലഭിച്ചത് ഈ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നാണ്. അതായത് ഈ ഹാരപ്പൻ സൈറ്റ് എന്ന് പറയാൻ തന്നെ കാരണം, നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ സൈറ്റുകൾ എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയപ്പോൾ ആദ്യം നമുക്ക് കിട്ടിയത് ഹാരപ്പൻ സൈറ്റാണ്. അതുകൊണ്ട് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഹരപ്പ എന്ന് പറയുന്ന ഒരു സൈറ്റ് മാത്രമാണെങ്കിൽ, ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെയാണ് കോമൺ ആയിട്ട്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആ ഏരിയ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അങ്ങ് വടക്ക് കാശ്മീരിലെ മാണ്ട എന്ന് പറയുന്ന പ്രദേശം മുതൽ മഹാരാഷ്ട്രയിലെ ദൈമാബാദ് വരെ നീണ്ടു കിടന്നിരുന്ന ഒരു സിവിലൈസേഷൻ ആയിരുന്നു ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അങ്ങ് കിഴക്ക് UPയിലെ ആലംഗീർപൂർ മുതൽ അങ്ങ് പടിഞ്ഞാറ് ഇന്നത്തെ ബലൂചിസ്ഥാനിലെ സുക്ത ജൻഡർ എന്ന് പറയുന്ന സ്ഥലം വരെ ഈ സിവിലൈസേഷൻ വ്യാപിച്ചിരുന്നു. അതായത് ജമ്മു കാശ്മീർ വടക്കും തെക്ക് മഹാരാഷ്ട്രയും കിഴക്ക് UPയും പടിഞ്ഞാറ് ബലൂചിസ്ഥാനുമായിരുന്നു. ഇത്ര ഏരിയയിൽ വ്യാപിച്ച് കിടന്ന ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാണ് നമുക്ക് എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയ ആ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു സിവിലൈസേഷൻ്റെ പ്രത്യേകത, വളരെയധികം ആധുനികമായ സെറ്റപ്പോടുകൂടി ജീവിച്ചിരുന്ന മനുഷ്യരാണ് ഈ 2500 BCയിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്നവർ എന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ അവർ ബ്രിക്സ് ഉപയോഗിച്ചിട്ട് വീടുകൾ നിർമ്മിച്ചിരുന്നു. അതുപോലെ തന്നെ റോഡാണെങ്കിൽ ഓരോ വീടിൻ്റെയും ചുറ്റിൽ റോഡ് വരുന്ന രീതിയിൽ ക്രിസ് ക്രോസ് പാറ്റേൺ ആണ് അവർ ഡിസൈൻ ചെയ്തിരുന്നത്. ശരിക്കും ടൗൺ പ്ലാൻ ചെയ്താണ് അവർ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ക്ലിയറായിട്ട് നന്നായിട്ട് അഗ്രികൾച്ചർ ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കോട്ടൺ ആയാലും റൈസ് ആയാലും റാഗി ആയാലും എല്ലാം അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. കോട്ടൺ വസ്ത്രങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ 2500 BCയിലുള്ളവരാണെങ്കിൽ പോലും ശരിക്കും ഈ സിവിലൈസേഷൻ ഇന്നത്തെ ആധുനികമായ ജീവിത രീതിയോട് സാമ്യതയുള്ള ഒരു ജീവിതം നയിച്ചവരായിരുന്നു. അതുപോലെ ഇവർ പ്രധാനമായിട്ട് ആരാധിച്ചിരുന്നത് പശുപതി മഹാദേവനെയായിരുന്നു. പശുപതി പരമശിവൻ പശുപതിയായിരുന്നു പ്രധാനമായിട്ടും മെയിൽ ഡയറ്റിയായിട്ട്. മദർ ഗോഡസ് അമ്മ ദേവി, അതായത് ദേവിയെ മദർ ഗോഡസും പശുപതി ദേവനെയുമാണ് അവർ ആരാധിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അവരുടെ അന്ന് ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റ്, ലിപി, അതൊരു പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റായിരുന്നു. അതായത് നമ്മൾ ഇന്ന് എഴുതുന്ന പോലെ ഇടത്തു നിന്ന് വലത്തോട്ടല്ല, അറബി എഴുതുന്നത് പോലെ വലത്ത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു പ്രത്യേക ലിപി ആയിരുന്നു. അതിനെ ബാസ്ട്രോഫീഡൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ലിപിയുടെ പേര് ബാസ്ട്രോഫീഡനാണ്. അതൊരു പിക്ചോഗ്രാഫി സ്ക്രിപ്റ്റാണ്. അക്ഷരങ്ങളല്ല, ചിത്രങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സ്ക്രിപ്റ്റായിരുന്നു അത്. അതുപോലെ അവർക്ക് വിവിധതരം മെറ്റലുകൾ ഉപയോഗിക്കാൻ അറിയാമായിരുന്നു. വിവിധതരം മെറ്റലുകൾ ഉപയോഗിച്ചുള്ള സങ്കരങ്ങൾ ഉണ്ടാക്കി അവർ ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അയണിൻ്റെ ഉപയോഗം എങ്ങും കാണുന്നില്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ് അയൺ യൂസ് ചെയ്തു തരുന്നതായിട്ടുള്ള ഒരു തെളിവും നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് സാധാരണ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റുകളെക്കുറിച്ചാണ്.
ഹാരപ്പൻ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകളെക്കുറിച്ചാണ്. അതിലാദ്യം നമ്മൾ കണ്ടെത്തിയത് ഹാരപ്പ സൈറ്റ് തന്നെയാണ്. ഹാരപ്പൻ സൈറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്. രവി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ദയാറാം സഹാനി എന്ന് പറയുന്ന വ്യക്തി 1921 ഈ സൈറ്റ് കണ്ടെത്തുന്നത്. ഈ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട 2 സാധനങ്ങൾ, ഒന്ന് മദർ ഗോഡസിൻ്റെ ഫിഗർ, 2 സെമിത്തേരികൾ. ഇവ ഈ ഹാരപ്പൻ സൈറ്റിൽ നിന്ന് ദയാറാം സഹാനി 1921 കണ്ടെത്തിയതാണ്. അതുവച്ച് ഈ സിവിലൈസേഷനിൽ ഈ സൈറ്റിൽ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കും. മറ്റൊരു ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റ് നമ്മൾ കണ്ടെത്തിയതാണ് മോഹൻജദാരോ. മോഹൻജദാരോ എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. ഈ മോഹൻജദാരോ സൈറ്റ് ഇന്നത്തെ പാകിസ്ഥാനിലെ സിന്ധ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ്, ഇൻഡസ് നദിയുടെ തീരത്താണ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. RD ബാനർജി 1922 ഈ സൈറ്റ് കണ്ടെത്തുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ഗ്രേറ്റ് ബാത്ത്, അതുപോലെ ബ്രോൺസിലുള്ള ഡാൻസിങ് ഗേളിൻ്റെ രൂപം, അതുപോലെ പശുപതി സീൽ ഇവയെല്ലാം കണ്ടെത്തുന്നത്. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന സംവിധാനം അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡാൻസിങ് ഗേളിൻ്റെ ബ്രോൺസ് രൂപം എന്ന് പറഞ്ഞാൽ കലാപരമായ സൃഷ്ടികൾ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. അതുപോലെ പശുപതി സീൽ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ മോഹൻജദാരോയുടെ മുഖമുദ്രകളാണ്. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തെടുക്കണം. അതുപോലെ മോഹൻജദാരോ എന്ന സൈറ്റ് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, ഏത് നദിയുടെ, ഇൻഡസ് നദിയുടെ തീരത്തായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സൈറ്റാണ് ചാൻഹുദാരോ. അതും ഈ സിന്ധ് പ്രവിശ്യയിൽ തന്നെയാണ്, ഇന്നത്തെ പാകിസ്ഥാനിലാണ്, ഇൻഡസ് നദിയുടെ തീരത്ത് തന്നെയാണ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെ ബുള്ളോക്കാട്ടിൻ്റെ ബ്രോൺസ് രൂപം, ബ്രോൺസിൽ ബുള്ളോക്കാട്ട് ഉണ്ടാക്കി വെച്ചത് നമുക്കവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അത് ആ പോയിൻ്റ് നോട്ട് ചെയ്യുക. അടുത്ത ഫൈൻഡിങ് ആണ് ലോഥാൽ എന്ന് പറയുന്ന സൈറ്റ്. അത് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ ഗുജറാത്ത് എന്ന് പറയുന്ന ആ സ്റ്റേറ്റിൻ്റെ അകത്താണ് ഈ ലോഥാൽ സൈറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ഈ ഭോഗവ നദിയുടെ തീരത്താണ്. ഇതിനെ നമ്മൾ പോർട്ട് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ ഡോക്യാർഡ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഷിപ്പിൻ്റെയൊക്കെ റിപ്പയറിങ് നടത്തിയിരുന്ന ഡോക്യാർഡുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഫയർ അൾത്താരകൾ, അതായത് അങ്ങ് അകലെ കൂടെ പോകുന്ന ഷിപ്പുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി ലൈറ്റ് ഹൗസിന് തത്തുല്യമായ ഫയർ അൾത്താറുകൾ ഉണ്ടായിരുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു പോർട്ട് സിറ്റി ആയിട്ട് അറിയപ്പെടും. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ പോർട്ട് സിറ്റി ഏതെന്ന് ചോദിച്ചാൽ ലോഥാൽ എന്നാണ് നമ്മൾ പറയേണ്ടത്. അത് എന്തുകൊണ്ടാണത് നമ്മളൊരു പോർട്ട് സിറ്റി ആയിരുന്നു എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ ഊഹിക്കാൻ കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡോക്യാർഡ് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, പിന്നെ ഫയർ അൾത്താറുകളും കണ്ടെത്താൻ സാധിക്കും. വേറെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സിറ്റിയാണ് കാലിബംഗൻ അഥവാ ബ്ലാക്ക് ബാംഗിൾസ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ നമ്മുടെ രാജസ്ഥാനിലാണ്, ഇന്ത്യയുടെ അകത്തുള്ള രാജസ്ഥാനിലാണ് ഈ ഇൻഡസ് വാലി സൈറ്റ് അഥവാ ഹാരപ്പൻ സൈറ്റ് കാണപ്പെടുന്നത്. റിവർ ഗഗാറിൻ്റെ തീരത്താണ് ഈ സൈറ്റ് നിലനിന്നിരുന്നതായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ കൃഷി നടന്നതിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത്. അതുപോലെ ഈ അൾത്താരകൾ, ഫയർ അൾത്താരകൾ അവിടെയും ഉണ്ടായിരുന്നു. അതായത് രാത്രി കാലങ്ങളിലെ സമ്മേളനങ്ങളോ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കാം എന്നതിൻ്റെ തെളിവാണ് ഈ കാലിബംഗൻ സൈറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച ഫയർ അൾത്താറുകൾ. മറ്റ് ഒരു സൈറ്റ് ഗുജറാത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ധോലാവിര എന്നാണ് ആ സൈറ്റിന് കൊടുത്തിരിക്കുന്ന പേര്. ലൂണി നദിയുടെ തീരത്താണ് ഈ സൈറ്റ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
അവിടെ നിന്ന് നമുക്ക് വാട്ടർ റിസർവോയറിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് കൃഷി നടത്താൻ ആവശ്യമായ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വെള്ളത്തെ കെട്ടി നിർത്തുന്ന ഒരു സംവിധാനം, അത് ഏകദേശം 2500 BC-യിൽ കണ്ടെത്തി മനുഷ്യൻ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവ് നമുക്ക് ഈ ധോലാവീര എന്ന് പറയുന്ന ഗുജറാത്തിലെ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു സൈറ്റായ ഈ സുർഖോത്താടയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കാരണം എല്ലാ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റുകൾ ഏതെങ്കിലും ഒരു നദിയുടെ സമീപത്താണ് ഉണ്ടായിരുന്നതായിട്ട് കണ്ടെത്തിയെങ്കിൽ ഈ സുർഖോത്താട എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ച സൈറ്റ് ഒരു നദിയുടെയും തീരത്തല്ല. എന്നാൽ അവിടെ നിന്നുള്ള നമ്മുടെ കണ്ടെത്തലുകൾ, ഒന്ന് കുതിരയുടെ എല്ലുകൾ, അതുപോലെ ഈ എന്തെങ്കിലും ഒക്കെ ഈ ബറി ചെയ്യപ്പെട്ടതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതിൽ നിന്ന് നമുക്ക് പല ഊഹാപോഹങ്ങളുമുണ്ട്. അതായത് കുതിരപ്പുറത്ത് ഒരു പക്ഷേ മനുഷ്യൻ ഈ നദിയുടെ തീരത്ത് നിന്ന് യാത്ര ചെയ്ത് അവിടെ വന്ന് സെറ്റിലായതായിരിക്കാം. അവിടെ നദിയിൽ നിന്നുള്ള വെള്ളം ഏതെങ്കിലും രീതിയിൽ അവർ ശേഖരിച്ചു കൊണ്ടുവന്ന് ഉപയോഗിച്ചിരുന്നിരിക്കാം എന്ന പല ഊഹാപോഹങ്ങളിലും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഹരിയാനയിൽ സരസ്വതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നതായിട്ട് നമുക്ക് കിട്ടിയ തെളിവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച മറ്റൊരു സൈറ്റാണ് ബാനാവാലി എന്ന് പറയുന്ന സൈറ്റ്. ഹരിയാനയിലെ സരസ്വതി നദിയുടെ തീരത്താണ് ബാനാവാലി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ബാർലിയുടെ കൾട്ടിവേഷൻ നടന്നതായിട്ടുള്ള തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത. അതുപോലെ നമ്മൾ ഇതേവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇൻഡസ് വാലി സൈറ്റാണ് രാഖി ഗാർഹി എന്ന് പറയുന്ന ഹരിയാനയിൽ തന്നെയുള്ള ഒരു സൈറ്റ്. ഈ സൈറ്റിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അത് ഒരു നദിയുടെയും സമീപത്തല്ല എന്നുള്ളതാണ്. എന്നാൽ ഏറ്റവും വലിപ്പമുണ്ടായിരുന്ന ഒരു സൈറ്റാണ് രാഖി ഗാർഹി.